അപ്പോൾ ഗൈസ് ഫൈനലി സംഭവം സെറ്റായിട്ടുണ്ട്. ഡിസ്പ്ലേ ഒക്കെ കണ്ടോ, അടിപൊളി. ഹായ് ഹലോ, അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഐഫോണിൽ iOS 26 റിലീസായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, GoPro എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫോണിൽ മെമ്മറി ഫുള്ളായതുകൊണ്ട്. അപ്പോൾ ഏകദേശം 11 GB വേണം. 256 247 ഫുള്ളാണ്. ബാക്കി കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാത്ത കുറേ നാളായി. ഇതാ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത്. പിന്നെ ഇതാ ഇതിൻ്റെ താഴത്ത് വന്നിട്ടുണ്ട് iOS 26. അപ്പോൾ എന്തായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം, ഫോൺ എന്താവും എന്നുള്ളത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ഇല്ലെങ്കിൽ പോലും വീഡിയോ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ഫ്രീ കോസ്റ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് നേരെ ഇതിൽ കുറച്ച് വീഡിയോസ് സിസ്റ്റത്തിലേക്ക് കയറ്റണം. ഏകദേശം ഇപ്പോൾ 2 GB ഫയലാണ് ഇപ്പോൾ അതിലേക്ക് സെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ സെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മുടെ ഫോണിലുള്ള ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നേരെ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം ഫോണിൽ നിന്നും ആ ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോറേജ് നോക്കി വെക്കാം. സ്റ്റോറേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റോറേജ് 245 246 അടുത്തുണ്ട്. ഡൗൺലോഡ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇല്ല. അപ്പോൾ ഇനിയും കുറച്ച് ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാം. ജിമെയിൽ, ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ. ഒരു കാരണവശാലും ഐഫോൺ എടുക്കുന്ന ആൾക്കാർ 256 GB എടുക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കേസ് അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഏകദേശം കുറേ ടൈമായി. അപ്പോൾ ഇതിനെ കൊണ്ട് കളിക്കുന്ന കുറേ ഡാറ്റാസ് ഇതിൽ ഇമ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയിട്ട് ഡിലീറ്റും ചെയ്തു പോയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റ് അടിച്ചു നോക്കാം. ഇത് കണ്ട ഏകദേശം 4.88 GB മാത്രമുള്ള ഫയലാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ, ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 15 GB മുകളിൽ ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. വല്ലാത്ത ജാതി. അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. പ്രിപ്പയറിങ് അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ടൈം വേണ്ടി വരും. കാരണം ഇതിപ്പോൾ ഒന്ന് ഓഫായി ഓണായിട്ടൊക്കെ വരണം. അപ്പോൾ നമ്മളിത് ഫുള്ളി റെക്കോർഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവൻ വാറണ്ടി ഇല്ല എങ്കിൽ പോലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫോണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. ഇൻ കേസ് ഡിസ്പ്ലേ പോവുക അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. വാറണ്ടി ഇല്ലെങ്കിലും അത് തരാമെന്നുള്ളത് ആപ്പിൾ കമ്പനീൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടും അല്ലെങ്കിൽ ഫുൾ ടൈമായിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക. വേറെ ഏതെങ്കിലും ഫോണിലോ ക്യാമറയിലോ റെക്കോർഡ് ചെയ്ത് വെക്കുക. നമ്മുടെ സേഫ്റ്റിക്കാണ്. അതാകുമ്പോൾ നമുക്ക് ഫ്രീ കോസ്റ്റായിട്ട് നമുക്ക് എന്ത് ഇഷ്യൂസ് വന്നെങ്കിലും അവർ ഫ്രീ ആയിട്ട് നമുക്ക് സർവീസ് ചെയ്തു തരും. ഗൈസ്, അങ്ങനെ ഇതാ നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞ് ഹെലോ എന്നുള്ളൊരു തീം വന്നിട്ടുണ്ട്. ഹെലോ എന്ന് വെച്ചെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടോ, ഒരു ഗ്ലാസ് ടൈപ്പ്, സ്നോ ടൈപ്പ്, അങ്ങനെ ആ ഒരു മോഡലിലാണ് വന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്.
ഗൈസ് ഒന്നും അനങ്ങുന്നില്ല. സാധാരണ ഡിസ്പ്ലേ ഒക്കെയാണ് പോലെ ഇതിൻ്റെ ടച്ച് തന്നെ അടിച്ച് പോയി എന്നാണ് തോന്നുന്നത്. ഒന്ന് സ്ക്രോൾ ചെയ്യാനും പറ്റുന്നില്ല. വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വൈഫൈ ഓഫ് ചെയ്ത് നോക്കിയാലോ. ഇനി അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലോ ഹോട്ട്സ്പോട്ട് ഓഫ് ചെയ്ത് ഇതാണ് നമ്മുടെ ഐഫോണിൻ്റെ പുതിയ തീം. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ അടിച്ചു നോക്കാം. പക്ഷെ ഭയങ്കര ലാഗ് ആട്ടാ, എന്താ സംഭവം എന്നറിയില്ല. ഫസ്റ്റ് ടൈം ആയത് അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ട് കുറേയൊക്കെ ഇതുപോലെ ഏകദേശം 1 ഹവറിൻ്റെ അടുത്ത് ഇതുപോലെ ലാഗ് ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. സംഭവം സെറ്റായിട്ടുണ്ട്. ഡിസ്പ്ലേ ഒക്കെ കണ്ട അടിപൊളിയല്ലേ. വെറുതെ കേട്ടോ, ജസ്റ്റ് ഒന്ന് അതിൽ ഒരു വാൾപേപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ iOS 26ൻ്റെ അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ. എനിക്ക് വലുതായിട്ട് ഈ ഒരു തീം ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് ഏകദേശം 2010 ആ ഒരു സമയത്തൊക്കെ ഒരു ചൈന ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചൈന ഫോൺ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോണിൻ്റെ അകത്ത് കാണുന്നത് പോലെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ടോട്ടലി മാറിയാണ് കേട്ടോ, ഒക്കെ മാറിയിട്ടുണ്ട് ടോട്ടലി. ഐഫോൺ ഇതിൻ്റെ മുന്നത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ അതിനേക്കാളും മൊത്തത്തിൽ ടോട്ടലി മാറി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക, കോൾ വരുമ്പോൾ റിംഗ് ടോൺ ഉണ്ടല്ലോ, റിംഗ് ടോണൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. റിംഗ് ടോണ് രണ്ടും ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. അപ്പം പുതിയ റിംഗ് ടോണാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കേട്ടത്. നമുക്ക് ഇത് തന്നെ മതി, ഇതാണ് സെറ്റ്. ഈ ഒരു റിംഗ് ടോൺ തന്നെ മതി, നല്ല സെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മാറ്റങ്ങൾ. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോ. ഇൻ കേസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും, വാറണ്ടി ഇല്ലെങ്കിൽ പോലും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക.